ഹലോ. LSS ഒക്കെ അടുക്കാറായില്ലേ? LSSൽ മലയാളത്തിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൃഷ്ണഗാഥ രചിച്ചത് ആര്? ചെറുശ്ശേരി. ഭൂതപ്പാട്ട് എഴുതിയത് ആര്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. കുഞ്ഞേടത്തി ഇത് ആരുടെ കവിതയാണ്? ONV കുറുപ്പ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ. കഥകളി വേഷങ്ങളിൽ ഏറ്റവും സുന്ദരമായ വേഷം പച്ചവേഷം. കഥകളിയിലെ സ്ത്രീവേഷം മിനുക്ക്. കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നതാര്? കുമാരനാശാൻ. പഴയ കാലത്ത് ഓലയിൽ എഴുതാൻ ഉപയോഗിച്ച ഉപകരണം എന്ത്? എഴുത്താണി. തുള്ളലിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം മദ്ദളം. കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷം 1930. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. വെണ്ണക്കണ്ണൻ എന്ന് എഴുതിയത് ചെറുശ്ശേരി. വടക്കൻ മലബാറിലെ അനുഷ്ഠാന കലാരൂപം തെയ്യം. മാപ്പിളപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് മോയിൻകുട്ടി വൈദ്യർ. നങ്ങേലി എന്ന കഥാപാത്രം ഇടശ്ശേരിയുടെ ഏത് കൃതിയിലാണ്? ഭൂതപ്പാട്ട്. മിഴാവ് ഉപയോഗിക്കുന്ന കലാരൂപം ചാക്യാർ കൂത്ത്. കയ്യെഴുത്തും തലയിലെഴുത്തും എഴുതിയത് ആര്? കുഞ്ഞുണ്ണി മാഷ്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത് ആരുടെ വരികളാണ്? വയലാർ രാമവർമ്മ. മഹാകവി വള്ളത്തോൾ കേരള ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കവിതയേത്? മലയാളം. പ്രാചീന കവിത്രയങ്ങൾ ആരെല്ലാം? ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ. ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ. ആധുനിക കവിത്രയങ്ങൾ ആരെല്ലാം? ഉള്ളൂർ, കുമാരനാശാൻ, വള്ളത്തോൾ. ഉള്ളൂർ, കുമാരനാശാൻ, വള്ളത്തോൾ. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് ഇത് ആരുടെ മുഴുവൻ നാമമാണ്? ONV. ഇടശ്ശേരിയുടെ മുഴുവൻ നാമം എന്ത്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. SK പൊറ്റക്കാടിൻ്റെ പൂർണ്ണനാമം എന്ത്? ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. ഇന്ദുചൂടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് KK നീലകണ്ഠൻ. കൃഷ്ണഗാഥയുടെ വൃത്തം മഞ്ചരി വൃത്തം. കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ കളി ചതുരംഗം. കൃഷ്ണഗാഥ നിർമ്മിക്കാൻ ആജ്ഞ കൽപ്പിച്ച രാജാവ് കോലത്തുനാട്ടിലെ ഉദയവർമ്മ തമ്പുരാൻ. കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര് കൃഷ്ണപ്പാട്ട്.